എല്ലാവർക്കും നമസ്കാരം. സഫിർജാൻ EXന്റെ മാനുവൽ അക്കൗണ്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ള ബേസിക് അക്കൗണ്ടിംഗ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോ ബേസിക് അക്കൗണ്ടിങ്ങിൽ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ക്ലാസ്സിൽ ഏതൊക്കെ തരം ബിസിനസ്സുകളാണ് നിലവിലുള്ളത് എന്നും അത് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഏതൊക്കെ തരം ബിസിനസ്സുകളായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഫേം, അതുപോലെ രണ്ടാമത് മാനുഫാക്ചറിംഗ് ഫേംസ്, മൂന്നാമത് സർവീസ് ഫേംസ്. ഈ മൂന്ന് ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പാർട്ട് 3 അഥവാ ബേസിക് അക്കൗണ്ടിങ് തന്നെയാണ്. പാർട്ട് 3 ആണ്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പാർട്ട് 3 ആണ് പറയാൻ പോകുന്നത്. ഈ പാർട്ട് 3 നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതും ആ ബിസിനസ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ്, എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിന്റെ പ്രൊഫൈൽ പിക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന പ്ലാൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ കാണുന്ന മാനുവൽ അക്കൗണ്ടിംഗ് 2 എന്ന പ്ലാൻ ലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1, 2 ചാപ്റ്റർ അതിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ മൂന്നാമത്തെ ഭാഗം, രണ്ടാമത്തെ പാർട്ട് അതിലുണ്ടാവും. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ പാർട്ട് ഉണ്ടാവും. ചാപ്റ്റർ 1 ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ വീണ്ടും പറയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഏതൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് എന്താണ്? പണമാണ്, അല്ലെ? നമ്മുടെ കയ്യിൽ എന്ത് വേണം? ക്യാഷ് വേണം. ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനൊക്കെ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങാൻ പോകണല്ലോ. അപ്പൊ ഏത് ബിസിനസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം, നിങ്ങളുടെ മനസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫാൻസി ഷോപ്പ് ആവാം, ജ്വല്ലറി ആവാം, ടെക്സ്റ്റൈൽസ് ആവാം, പലചരക്ക് ഷോപ്പ് ആവാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അങ്ങനെ എന്തും ആവാം. ഹോസ്പിറ്റൽ ആവാം, ഹോട്ടൽ, റെസ്റ്റോറന്റ്, ഇങ്ങനെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഏത് ബിസിനസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതേണ്ടത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോകണം, സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്ന എല്ലാവിധ ഈ തിയറി നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇനി പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ നടക്കുന്നു ആ കാര്യങ്ങൾ, ആ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ, അതായത് ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് നമ്മുടെ ബിസിനസ്സിലാണ്. നമ്മുടെ ബിസിനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ വർക്കുകളും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഒരു ബിസിനസ്, അത് നിങ്ങൾ കരുതുക. അത് നിങ്ങൾ കരുതിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഞാൻ പറഞ്ഞു, ഏതൊരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിലും ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് പണമാണ്. ഈ പണത്തിന്റെ സോഴ്സ് ഏതെല്ലാം മാർഗങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കാം. ഒന്നുകിൽ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ? നമുക്ക് കയ്യിൽ സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ക്യാഷ് വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബിസിനസിന് വേണ്ടി നമുക്ക് നല്ലൊരു ബിൽഡിംഗ് ആവശ്യമാണ്. ബിൽഡിങ്ങിന് അത്യാവശ്യം മെറ്റീരിയൽസുകൾ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും, അല്ലെ? ഒരുപാട് ഫർണിച്ചറുകൾ ആവശ്യമുണ്ടാവും, മെഷീനറീസ് ആവശ്യമാണ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ആവശ്യമുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ആ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പണം വരുന്ന മറ്റൊരു സോഴ്സ് ആണ് ബാങ്ക് ലോൺ. ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ട് അങ്ങനെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അത് ചുമ്മാ അങ്ങോട്ട് ലോൺ എടുത്ത് നമുക്ക് തുടങ്ങാൻ പറ്റും. അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ ഒരു യൂഷ്വൽ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കൊരു സോഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ പാർട്ട്ണർ ആയിട്ട് നമ്മുടെ ബിസിനസ്സിലോട്ട് പണം മുടക്കുകയാണെങ്കിൽ അങ്ങനെയും തുടങ്ങാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പണം ആവശ്യമാണ്. അങ്ങനെ ബിസിനസ്സിലേക്ക് നമ്മൾ പണം മുടക്കുകയാണ്. അങ്ങനെ പണം മുടക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ആ ഒരു പണം മുടക്കുന്ന ആ ഒരു ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ആ പണം മുടക്ക് മുതൽ നമ്മൾ എന്താണ് ബിസിനസ്സൊക്കെ മുടക്കിയത്, ഇപ്പൊ ഒരു 10 ലക്ഷം ആണെങ്കിൽ, അല്ലെങ്കിൽ 50 ലക്ഷം ആണെങ്കിൽ, അല്ലെങ്കിൽ 1 കോടി ആണെങ്കിൽ, എന്തായാലും
നമ്മൾ എന്താണോ ബിസിനസ്സിലേക്ക് മുടക്കുന്നു ആ മുടക്ക് മുതലിനെയാണ് നമ്മൾ പറയുന്നത്, അക്കൗണ്ടിങ്ങിൽ പറയുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനം. ഒരു ബിസിനസിന്റെ മുടക്ക് മുതൽ, എന്താണ് ബിസിനസ് നമ്മൾ മുടക്കിയത്, ഒരു ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ പോലും കുറഞ്ഞ എമൗണ്ട് നമ്മൾ ആ ബിസിനസ്സിലോട്ട് ചെലവാക്കിയിട്ടുണ്ടാവും. അപ്പൊ എന്താണോ ബിസിനസ്സൊക്കെ വേണ്ടി നമ്മൾ ഇറക്കിയത്, ആ ഇറക്കിയ പണത്തിനെയാണ്, അല്ലെങ്കിൽ ആ പണത്തിന്റെ സോഴ്സാണ് നമ്മുടെ എന്താ പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്നത്, ബിസിനസ്സിലേക്ക് നമ്മൾ മുടക്കുന്നത് പണം തന്നെ ആവണമെന്നില്ല, അതായത് ക്യാഷ് തന്നെ ആവണമെന്നില്ല. അതായത് പല മെറ്റീരിയൽസുകളാകാം, ഒന്നുകിൽ അസറ്റുകളാകാം. അസറ്റ് എന്താന്നുള്ളത് ഒരു പക്ഷേ ബേസിക് ആയിട്ട് പഠിക്കും, അല്ലെങ്കിൽ ഇതുവരെ അറിവില്ലാത്ത ആളുകൾക്ക് ഒരു പക്ഷേ എന്താ സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഇനി പറയാൻ പോകുന്നുള്ളൂ. അതായത് ഒരു ബിസിനസ് ഒരാൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിക്ക് പണം മുടക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു 10 ലക്ഷമാണ് ഒരു ബിസിനസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ബിൽഡിംഗ് ആയിരിക്കും, ബിസിനസ് തുടങ്ങാനുള്ള ബിൽഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബിൽഡിംഗിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചർ ഐറ്റംസുകളായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളായിരിക്കും. അപ്പൊ എന്താണോ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആ ബിസിനസ്സിലേക്ക് മുടക്കുന്ന ആ മുടക്ക് മുതൽ എന്തായിരുന്നാലും, എന്ത് വസ്തുവകകളായിരുന്നാലും അതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റലിനെ പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആ ബിസിനസ്സിലേക്ക് നിക്ഷേപിക്കുന്ന പണമോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെയോ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ പണം അല്ലെങ്കിൽ മറ്റെന്ത് വസ്തുക്കളായിരുന്നാലും അതാണ് ആ ബിസിനസിന്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പണമാവാം, മറ്റെന്ത് വസ്തുക്കൾ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ടോട്ടൽ നമ്മൾ എന്തൊക്കെയാ മുടക്കിയിട്ടുണ്ടോ, അപ്പൊ ആ ബിസിനസ് ആരംഭത്തിൽ നമ്മൾ എന്തൊക്കെയാ മുടക്കിയിട്ട് അതൊക്കെ ക്യാപിറ്റലാണ്. അപ്പൊ ക്യാപിറ്റൽ നമുക്ക് ഒരിക്കൽ മാത്രമല്ല, വീണ്ടും നമ്മൾ ഒരു പക്ഷെ മുടക്കും. നമുക്ക് അത് ക്യാപിറ്റലായിട്ട് നമുക്ക് തയ്ച്ചിട്ടില്ല എന്നെങ്കിൽ വീണ്ടും നമുക്ക് മുടക്കും, വീണ്ടും ഫർദർ ക്യാപിറ്റൽ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ എന്താണോ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് അതാണ് ആ ബിസിനസിന്റെ ക്യാപിറ്റൽ, അത് മുടക്ക് മുതൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഈ ക്യാഷ്, പണം, അത് നമ്മൾ എന്തിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ആ ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലെ, ബിസിനസിന് വേണ്ടി ഇറക്കിയ പണം ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. എന്നാൽ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന് കരുതാം. ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ ഒരു പാർട്ട്ണർ അയാൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആവശ്യം, അദ്ദേഹത്തിന് വളരെയധികം ആവശ്യം വന്നു, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം ആവശ്യം വന്നു എന്ന് കരുതാം. അപ്പൊ അയാൾ എന്ത് ചെയ്യണം, അയാൾ മുടക്കുമുതലിൽ നിന്ന്, അയാൾ ബിസിനസ്സിൽ നിന്നും പിൻവലിക്കുകയാണെന്ന് കരുതാം. കുറച്ച് പണം എല്ലാ പാർട്ട്നേഴ്സിന്റെ സമൂഹത്തോടു കൂടി തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അയാൾ പിൻവലിക്കുകയുണ്ടാവും. പിൻവലിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, ആ പിൻവലിച്ച പണം ബിസിനസ് ഇങ്ങനെ തിരിച്ചടക്കണം. അയാൾ നിർബന്ധിതമാണ്. കാരണം ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ബിസിനസ്സിലേക്ക് പാർട്ണർ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് അയാൾ അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഏകദേശം അയാൾ പറഞ്ഞിട്ടുണ്ട് എത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കാന്നൊക്കെ ഉള്ള ഒരു വ്യവസ്ഥയിലായിരിക്കും. അപ്പൊ അങ്ങനെ അയാൾ പിൻവലിക്കുകയാണെന്ന് കരുതാം. അപ്പൊ ആ പാർട്ട്ണർ അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിക്ക് മുടക്കിയ പണമുണ്ട്, അയാൾ കൊണ്ടുവന്ന ഒരു പണമുണ്ട്, അതിൽ നിന്ന് അയാൾ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ബൈ ഓണർ. അതായത് പണം മുടക്കിയ ആള് അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്നും പിൻവലിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, പണം പിൻവലിക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഒരു വ്യക്തി ഒരു പക്ഷെ ബിൽഡിംഗ് ആണ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും അയാൾക്ക് പിൻവലിക്കാൻ പറ്റിയ ക്യാഷ് ആയിരിക്കും, ബിൽഡിംഗ് പിൻവലിക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് ക്യാഷ് ആയിട്ടായിരിക്കും കമ്പനി കൊടുക്കുക. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഡ്രോയിങ്സ് ഏതൊക്കെ. നമുക്ക് സാധാരണ ഒരു ട്രാൻസാക്ഷൻ, ഡ്രോയിങ്സിന്റെ ട്രാൻസാക്ഷൻ വരുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയൊക്കെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വിഡ്രോ ചെയ്യുമ്പോൾ, വിഡ്രോ പലതരത്തില് ബാങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ടാവും. ബാങ്ക് വിഡ്രോ ഒരിക്കലും ഡ്രോയിങ്സ് എന്ന പേരിൽ നമ്മൾ കൊടുക്കൂല. കാരണം നമ്മൾ കമ്പനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിൽ നിന്ന് കമ്പനി വലിക്കുകയാണ്. അപ്പോൾ അത് കമ്പനിന്റെ ആവശ്യത്തിനാണ്, പേഴ്സണൽ യൂസിനല്ല വലിക്കുന്നത്. പേഴ്സണൽ യൂസിന് വേണ്ടി ഓണർ ബാങ്കിൽ നിന്ന് വലിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഡ്രോയിങ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിൽ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസ്, ഡൊമസ്റ്റിക് യൂസ്, അല്ലെങ്കിൽ ഓണേഴ്സ് വിഡ്രോ, ഓണറിന്റെ വിഡ്രോ, ഓണർ വിഡ്രോ ചെയ്തു. ഓണർ പറയുമ്പോൾ ആ മുടക്കിയ ആള്, പണം മുടക്കിയ ആള് അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം പിൻവലിക്കുന്നതിനാണ് ഡ്രോയിങ്സ്. അപ്പോൾ മറക്കരുത്, ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ബൈ ഓണർ. അല്ലെങ്കിൽ ക്യാഷ് മാത്രമല്ല, ഒരു പക്ഷെ ഗുഡ്സ് വിഡ്രോ ചെയ്യാം. നമ്മളെ കമ്പനിയിൽ ഗുഡ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഗുഡ്സ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഗുഡ്സും അതായത് ചരക്കുകളും വിഡ്രോ ചെയ്യാം. അപ്പൊ ഒരു ബിസിനസ്സിക്ക് കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്നും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ബിസിനസ്സിൽ നിന്നും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം പിൻവലിക്കുന്നതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്.
അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് അതായത് ബേസിക് അക്കൗണ്ടിങ്ങിൽ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ. അതായത് ബേസിക് അക്കൗണ്ടിൽ പാർട്ട് 3 പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന് ക്യാപിറ്റലും മറ്റൊന്ന് ഡ്രോയിങ്സും ആണ്. അപ്പൊ ക്യാപിറ്റൽ ഞാൻ എന്താന്ന് പറഞ്ഞു. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓർ അസെറ്റ് ഇൻവെസ്റ്റഡ് ടു ദി ബിസിനസ്. അത്രയേ ഉള്ളൂ സംഭവം. ഒരു ബിസിനസ്സിലേക്ക് എന്തായാലും നമ്മൾ ക്യാഷ് ആയിട്ട് അതായത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബിസിനസ് തുടങ്ങാൻ വേണ്ടി എന്താണോ നമ്മൾ ബിസിനസ്സിക്ക് വേണ്ടി മുടക്കുന്നത്, ആ മുടക്ക് മുതലിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് എന്തും ആകാം, എന്ത് വസ്തുവകകളും ആകാം. അതുപോലെ തന്നെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിക്ക് വേണ്ടി മുടക്കിയ ക്യാഷിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓണർ വിഡ്രോ ചെയ്യുന്നതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ബേസിക് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ട് 3 നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി പാർട്ട് 4 നമുക്ക് വീണ്ടും വരും. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത്, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് കരുതിയിട്ട്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങും ഇതുവരെ നിങ്ങൾക്ക് ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ അത്ര ആളുകൾക്ക് പഠിക്കാൻ വേണ്ട ഏറ്റവും സിമ്പിളായ രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് പാർട്ട് 4 വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.